കൽപ്പാത്തിയിൽ ഉത്സവം നടക്കുന്നതിനൊപ്പം ശബരിമലയിലും അവിടെ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് തുടക്കമാണ്. വൃശ്ചിക മാസം വൃശ്ചികോത്സവ സമയത്തല്ലേ ഈ പറയുന്ന പോലെ മണ്ഡല മകരവിളക്ക് ഇന്ന് തുടക്കമാകുമ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ എന്നൊക്കെ നോക്കണം. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കും. ഇനി അങ്ങോട്ട് മണ്ഡലകാലമാണ്. ഒരുപാട് അയ്യപ്പന്മാർ നമ്മുടെ കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം ശബരിമല വിശേഷങ്ങൾ. യെസ്, അപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ശബരിമല നട തുറക്കുക. പുതിയ മേൽശാന്തിമാരെ ചുമതലവഹിക്കുന്നത് ഇന്നാണ്. അപ്പോൾ ഇന്ന് തൊട്ട് അങ്ങോട്ട് ശബരിമലയിൽ സന്നിധാനത്തൊക്കെ വലിയ തിരക്കുണ്ടാവും. വെർച്വൽ ക്യൂ ബുക്കിംഗ് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ്. ഈ മാസം ഇനി വരെ സ്ലോട്ടുകളില്ല. 29-ാം തീയതി വരെ എല്ലാം ഫുള്ളായിട്ടുണ്ട്. അതെ, 10,000 പേരാണ് ഇന്ന് ദർശനം നടത്തുന്നത്. എന്തായാലും ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അല്ലേ? പ്രതികരണത്തിലേക്ക് നമുക്ക് അറിയേണ്ടതുണ്ട്. അതെ, ആദ്യം പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം 18 മണിക്കൂറാണ് നമ്മളിപ്പോൾ തുടക്കം മുതലേ ദർശന സമയം കൂട്ടിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് പരമാവധി പേർക്ക് ദർശനം നൽകുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് തുടക്കം മുതലേ ഞങ്ങളോട് ബഹുമാനായ തന്ത്രിയും മേൽശാന്തിമാരും ഒക്കെ ഞങ്ങളോട് സഹകരിക്കുകയാണ്. എന്തായാലും ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഒരു അസൗകര്യം ഉണ്ടാകാതെ എല്ലാ സൗകര്യങ്ങളും ചെയ്യുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം പോലെയല്ല. ഒരുപാട് പരിമിതികൾ, ഭൂമിശാസ്ത്രമായ പരിമിതികൾ, പിന്നെ പാരിസ്ഥിതികമായ വെല്ലുവിളികൾ ഒക്കെ ഇവിടെ ഉണ്ട്. എങ്കിലും അതിനകത്ത് നിന്നുകൊണ്ട് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കുവാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. നല്ലൊരു ദർശന സൗഭാഗ്യം ഭഗവാനെ കണ്ട് തൊഴുതു പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രതീഷ് സന്നിധാനത്ത് തയ്യാറായി നിൽക്കുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ. പ്രതീഷ്, മറ്റൊരു മണ്ഡല മകരവിളക്ക് സമയമാണ്, സീസണാണ്. പ്രതീക്ഷ അതെ അതോ അതിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാ സീസണിലും പ്രതീക്ഷയുടെ റിപ്പോർട്ടിനായി പോകാറുണ്ട്. അപ്പോൾ ഇന്ന് തുടക്കമാവുകയാണ് പുതിയ സീസണ്. അപ്പോൾ വലിയ തിരക്ക് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. വൈകുന്നേരത്തെ നടതുറക്കൽ ചടങ്ങിലൊക്കെയുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം ഭക്തർക്ക് ഇത്തവണ സൗകര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അത് ഒരുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എത്രമാത്രം പൂർത്തിയായിട്ടുണ്ട്. നല്ലൊരു പ്രഭാതം പ്രതീക്ഷിച്ച് നേരിടും. പ്രവിത, മറ്റൊരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കൂടി വന്നെത്തിയിരിക്കുകയാണ്. കാരണം ഇനി ഒരു പകലിന്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടകർ എത്തിത്തുടങ്ങും. ഉച്ചയ്ക്ക് 1 മണി മുതലായിരിക്കും ശബരിമല സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നുള്ള പ്രവേശനം. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് നട തുറക്കുന്നത്. ഈ നിലവിലെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി ദീപം കൊളുത്തിക്കൊണ്ട് ശബരിമല നട തുറക്കും. പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതലയേൽക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് കൂടി ശബരിമലയിൽ നടക്കുന്നുണ്ട്. ശബരിമല മേൽശാന്തിയായി അരുൺകുമാർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായി വാസുദേവൻ നമ്പൂതിരിയും ഇന്ന് ചുമതല ഏൽക്കും. ആദ്യ ദിവസമായി ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് നട തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 30,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ഒരു പ്രവേശനം ഉണ്ടായിരിക്കുന്നത്. വൃശ്ചികം 1 നാളെ പുലർച്ചെ 3 മണിക്ക് ശബരിമല നട തുറക്കും. കഴിഞ്ഞ വർഷത്തെ സീസണിൽ നിന്ന് വ്യത്യസ്തമായി ചില പ്രത്യേകതകൾ തുടക്കം മുതൽ തന്നെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ ദർശന സമയം ആദ്യം ദിവസം മുതൽ തന്നെ കൂട്ടിയിട്ടുണ്ട്. അത്തരത്തിലൊരു ക്രമീകരണമാണ് ഇത്തവണ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. കാരണം തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നൊരു സാഹചര്യം പരിഗണിച്ച് ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ദർശന സമയം ആദ്യ ദിവസം തന്നെ കൂട്ടിയിരിക്കുന്നത്. നേരത്തെ 16 മണിക്കൂറായിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്ന ദർശന സമയമെങ്കിൽ ഇക്കുറി 18 മണിക്കൂറാണ് ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയുക. പുലർച്ചെ 3 മണിക്ക് ശബരിമല നട തുറന്നാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ശബരിമല നടയടയ്ക്കും. അതിനുശേഷം 3 മണിക്ക് വീണ്ടും ശബരിമല നട തുറക്കും. ഹരിവരാസനത്തോടുകൂടി രാത്രി 11 മണിക്കാണ് ശബരിമല നട അടയ്ക്കുന്നത്. മാത്രമല്ല ഈ പ്രധാനമായും വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനമാണ് ദേവസ്വം ബോർഡും സർക്കാരും ഇക്കുറി പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. പ്രതിദിനം 80,000 പേർക്ക് ശബരിമലയിൽ ദർശനം നടത്താം. അതിൽ 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ബാക്കി വരുന്ന 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമായിരിക്കും പ്രവേശനം ഉണ്ടാവുക. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം ഏകദേശം വെർച്വൽ ക്യൂ വഴിയുള്ള സ്ലോട്ടുകളെല്ലാം തന്നെ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. 30-ാം തീയതി ഒഴികെ എല്ലാ ദിവസവും 70,000-ന് മുകളിൽ അല്ലെങ്കിൽ 70,000 ആയിരിക്കുന്നു വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് എന്നതാണ് ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തരത്തിൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത തീർത്ഥാടകർ എത്താത്ത സാഹചര്യം ഉണ്ടായാൽ ആ എണ്ണം കൂടി സ്പോട്ട് ബുക്കിംഗിലേക്ക് പരിഗണിക്കുമെന്നതാണ് അല്പസമയം മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മറ്റ് പിഴവുകൾ കുറ്റവും ഒന്നും തന്നെ ഇല്ലാതെ വളരെ സുഗമമായി നടത്താനുള്ള ഒരു തയ്യാറെടുപ്പാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതിന്റെ മുന്നൊരുക്കങ്ങൾ ഏപ്രിൽ മാസം മുതൽ തന്നെ ദേവസ്വം ബോർഡും സർക്കാരും ആരംഭിച്ചതാണ്. പല തരത്തിലുള്ള അവലോകന യോഗങ്ങൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സന്നിധാനത്തേക്ക് എത്തുന്നത്. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. പമ്പയിൽ നിന്നാണ് അജീഷ് ചേരുന്നത്. അജീഷ്, അപ്പോൾ പമ്പയിലേക്കാണ് വാഹനങ്ങളൊക്കെ എത്തുക. അവിടെ നിന്നാണ് അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് പോകുന്നത്. അപ്പോൾ ഏത് തരത്തിലാണ് അവിടുത്തെ സൗകര്യങ്ങളും ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ, വാഹന സൗകര്യം അതൊക്കെ എങ്ങനെയാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? പമ്പയിൽ എത്തിയ സമയത്ത് ഇവിടെ ഈ ഒരുക്കങ്ങളൊക്കെ നടക്കുകയായിരുന്നു, പന്തൽ പണിയും മറ്റ് ജോലികളൊക്കെ നടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ എത്തി തുടങ്ങി. കൂടുതൽ ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന അയ്യപ്പ ഭക്തന്മാരാണ് ഇവിടെ രാത്രി മുതൽ തന്നെ എത്തി ഇവിടെ വിരിവെച്ച് കിടക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ, അതായത് കഴിഞ്ഞ വർഷത്തെ ചില പോരായ്മകളൊക്കെ ഒഴിവാക്കാനായിട്ട് പുതിയ സംവിധാനങ്ങളൊക്കെ ദേവസ്വം ബോർഡും സർക്കാരും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ ജർമ്മൻ പന്തലാണ്. ഇവിടെ ഏതാണ്ട് 1000-ലധികം അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെച്ച് കിടക്കാനാകും. കൂടാതെ തന്നെ 2-3 പുതിയ പന്തലുകളും പമ്പയിൽ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 5000 പേരൊക്കെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, അവർക്ക് ഇവിടെ തങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് വിരിവെച്ച് ഇവിടെ വിശ്രമിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. കൂടാതെ തന്നെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് 250 KSRTC ബസ്സുകൾ അത് ഷട്ടിൽ സർവീസായിട്ട് നടക്കും. കൂടാതെ തന്നെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പമ്പയിലേക്ക് KSRTC ബസ് സൗകര്യമുണ്ട്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും എല്ലാം തന്നെ KSRTC ബസ് സൗകര്യമുണ്ട്. കൂടാതെ വാഹനങ്ങൾക്ക് ഹിൽ ടോപ്പിലും ചക്കുപാലത്തും ഏതാണ്ട് 2000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നിലയ്ക്കലിൽ 2500 വാഹനങ്ങൾക്ക് കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ 7500 ആയിരുന്നു, ഇപ്പോൾ 10000 വാഹനങ്ങൾക്ക് വരെ പാർക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ട് മറ്റൊരു മണ്ഡലകാലത്തെ കൂടി വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും ദേവസ്വം ബോർഡും പോലീസും ഒപ്പം എല്ലാ സർക്കാർ വകുപ്പുകളും ഉള്ളത്. കഴിഞ്ഞ ദിവസം DGPയുടെ നേതൃത്വത്തിൽ ഇവിടെ അവസാനപ്പെട്ട ഒരു യോഗം ചേർന്നിരുന്നു. അത് പോലീസിന്റെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ അവലോകനം ചെയ്യാനായിരുന്നു. 13500 പോലീസ് ഉദ്യോഗസ്ഥരാണ് പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലിലുമൊക്കെയായി സേവനം ചെയ്യുന്നത്. ഈ തീർത്ഥാടന കാലം മുഴുവനും ഇവരുടെ സേവനം ഉണ്ടാകും. എന്തായാലും തന്നെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ ഈ അയ്യപ്പ ഭക്തന്മാരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറ്റിവിടും. പ്രജിൻ പ്രവിത.